ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൃത്യമായ പഠനശൈലി ഫോളോ ചെയ്യുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഗോൾസ് തന്നെയാണോ നിങ്ങൾക്കുള്ളത്, അതോ മറ്റുള്ളവരുടെ പ്രേരണയാലാണോ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് വിലയിരുത്തുക. നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ ഹെൽപ്പ് തേടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരെങ്കിലും നിന്ന് ഉപദേശം തേടാവുന്നതാണ്. അതിനുശേഷം കൃത്യമായി പണം വിനിയോഗിക്കുക. ബേസിക് നീഡ്സിനു തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പണം ചെലവാക്കുന്നത്, അതോ അനാവശ്യ ചിലവുകൾക്കാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എപ്പോഴും ഒരു വിൻ വിൻ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുക, പ്രത്യേകിച്ച് പണമിടപാടുകളിൽ. നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ മേഖല, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ മേഖലയിലാവും വർക്ക് ചെയ്യുന്നുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഈ മേഖലകളിലാവാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് നല്ല വാക്ചാതുര്യമുണ്ടാകും, സംസാരിച്ച് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്, കണക്കുകളും മറ്റും കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള കഴിവ്. നിങ്ങൾ ഒരേ സമയം ഒരു സ്റ്റുഡൻറ്റും ഒപ്പം മറ്റുള്ളവർക്ക് ട്യൂഷൻ, കോച്ചിങ് എന്നിവ കൊടുക്കുന്നവരോ ഒപ്പം രാഷ്ട്രീയം പോലുള്ളവയിൽ പ്രവർത്തിക്കുന്നവരോ ആകാം. മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഒരേ സമയം പല ജോലികളും ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ. ഏതൊക്കെയാണ് ഈ മേഖലകൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ എന്ന് നോക്കാം. കാഷ്യർ, സെയിൽസ്, കോൾ സെൻറ്റർ റോൾസ്, ടീച്ചിങ്, കോച്ചിങ്, മെൻറ്റർഷിപ്പ്, മോട്ടിവേഷണൽ സ്പീക്കർ, പൊളിറ്റിക്സ്, യൂണിയൻസ്, കോൺട്രാക്ട്സ്, പീസ് മേക്കിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ മേഖലകളായിരിക്കും. താങ്ക് യു ഡിയേഴ്സ്.